ഇത് ഭാര്യയായിട്ടില്ല, ഭാര്യയെ പോലെ. സാറ് കോളടിച്ചല്ലോ. സമ്മാനം എനിക്ക് വേണം സാർ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വന്നേക്കണം. ബസ് ഇൻചാർജ് കൃഷ്ണൻകുട്ടിക്ക്. ഓക്കെ സാർ. ഏതായാലും ഭാര്യ ആയിട്ടില്ലാത്ത ഭാര്യ എന്ന നിലയ്ക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ജെയിംസ്, വളരെ നാളായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സരിത പറയാതെ തന്നെ സരിതയുടെ മനസ്സ് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ്, നിങ്ങൾ എത്ര വലിയ മനുഷ്യനാണ്. ഞാനും ബാലേട്ടനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഇത്രയും വലിയ മനസ്സുള്ള നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലേ? എന്നോട് ക്ഷമിക്കൂ. സരിത, ഇന്നെന്റെ പിറന്നാളാണ്. ഓ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ സരിത എന്തെങ്കിലും ഒരു സമ്മാനം തരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് സസ്പെൻസ് ആക്കി വെച്ചത്. ഈ മോതിരം ഒരു സമ്മാനം. സമ്മാനം എപ്പോഴും ഓർമ്മിക്കേണ്ടതുകൊണ്ടാണ് അതിൽ പേര് എഴുതിയിരിക്കുന്നത്. ചേച്ചി. യെസ്, പുതിയ ജെയിംസ് ജോർജ്. സരിത, ഇത് മൂലം, ദശമൂലം, അരപ്പട്ട, ആപ്പട്ട, ഈപ്പട്ട, വേപ്പുംപട്ട, കരിപ്പെട്ടി. സാറിങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ, ചതിക്കല്ലേ. സാറിനോട് പറയരുത്. ഞാൻ ഈ ചെയ്തതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ഇത് സാർ അറിയാത്ത സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. സരിത, ഡാഡിയും മമ്മിയും എനിക്ക് എഴുതിയിരുന്നു എന്റെ കല്യാണ കാര്യത്തെ പറ്റി. പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്? ഉടനെ നടത്തണം. നടത്തണം. ഞാൻ ഡാഡിക്ക് എഴുതിക്കോട്ടെ. നമ്മുടെ കല്യാണം നാട്ടിലെ ഒരു മഹാസംഭവമായിരിക്കണം. മതങ്ങൾക്ക് മനുഷ്യനെ അകറ്റാൻ കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം. ഇനി നമ്മെ പിടിച്ചകറ്റാൻ വിധിക്ക് പോലും കഴിയില്ല. ആ ദിവസത്തിനു വേണ്ടിയുള്ള എന്റെ തപസ് ഞാൻ അവസാനിപ്പിക്കുന്നത് നിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴായിരിക്കും. സരിതേ, എന്താ ഇത്? എന്നോട് ക്ഷമിക്കൂ ജെയിംസ്. ജെയിംസിന്റെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയാതെ പോയി. എന്റെ മനസ്സിന്ന് മറ്റൊരാളിന് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. അമിതമായ മദ്യപാനമാണ് അപകടത്തിന് കാരണം. ഒരാഴ്ചയെങ്കിലും ഇവിടെ തന്നെ വിശ്രമിക്കട്ടെ. ഡാഡി,
നിങ്ങൾ എല്ലാരും കൂടെ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അതാ ഞാൻ കുടിച്ചത്. മോൻ വിഷമിക്കാതെ. മോന് ഇതിനേക്കാൾ സുന്ദരിയായ പെണ്ണിനെ അമ്മച്ചു കണ്ടുപിടിച്ചു തരാം. വേണ്ട മമ്മി, മറ്റൊരു പെണ്ണെ സ്നേഹിക്കാനുള്ള ഹൃദയം എനിക്കില്ല. അത് ഞാൻ സരിതയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടാത്തത് മറ്റാർക്കും കൊടുക്കരുത്. എന്തിനാ കരയുന്നത്? ഇതൊക്കെ സാധാരണയല്ലേ. പിന്നെ പുതുമോടി ആയതുകൊണ്ട് അല്പം പ്രയാസം തോന്നും. ഏതായാലും ഹസ്ബൻഡ് നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു സാർ? എനിക്കൊരു അസുഖമില്ലല്ലോ. ഇവരൊക്കെ അസുഖം ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ വന്നിരിക്കുക. ഞാൻ മിനിസ്റ്ററെ കണ്ടു. നിനക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അടുത്ത 7-ാം തീയതി തന്നെ ചാർജ് എടുക്കണം. ഇനി അതാ നല്ലതെന്ന് തോന്നി. തീയും കരിമരുന്ന് ഉരത്തിരിക്കുന്നത് അത്ര ഭംഗിയല്ല. മോൻ സമാധാനമായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്യാം. മുൻകൂട്ടി നമ്മളിത് തീരുമാനിച്ചിരുന്നതല്ലേ, ഇനി വൈകിക്കണ്ട. ഞങ്ങളുടെ തടസ്സം കൊണ്ടാണോ അന്ന് തീയതിയും കൂടി നിശ്ചയിച്ചുറപ്പിച്ചപ്പോഴല്ലേ അവിടെ ജോലിക്കെന്നും പറഞ്ഞു പോയത്? ഏതായാലും ഓണത്തിന് മുമ്പ് അങ്ങ് നടത്തിക്കളയാം. 7-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. സരിതേ, നീയും ബാലനും തമ്മിലുള്ള കല്യാണം അടുത്ത 7-ാം തീയതി നടത്താൻ തീരുമാനിച്ചു. നമുക്കിവിടെ അന്വേഷിക്കാനും പറയാനും ആളില്ലെന്നുള്ളത് നിനക്കറിയാമല്ലോ. ഈ കത്ത് കിട്ടിയാലുടൻ വേണ്ട ഒരുക്കങ്ങളോടെ വരാൻ നോക്കണം. അമ്മ. ചേട്ടൻ അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് ചെല്ല്. വേണ്ട രേഖ, ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോ ഞാനെന്തിനാ തപ്പിത്തറഞ്ഞ് അങ്ങോട്ട് പോകുന്നു? ചേട്ടൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ഞാൻ ഈ കല്യാണം വേണ്ടെന്ന് പറയും. എനിക്കിങ്ങനൊരു ചേട്ടനുണ്ടെന്ന് അറിഞ്ഞിട്ട് സമ്മതം ഉണ്ടെങ്കിൽ അവരെന്നെ കല്യാണം കഴിച്ചാൽ മതി. കാലേക്കുട്ടി അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്താമായിരുന്നു. വളരെ നാളുകൊണ്ട് ബാലന്റെ കല്യാണം ആലോചിച്ചു വെച്ചിരുന്നതാ. പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് കയറിയതും കല്യാണപ്പന്തലും പരിപാടിയൊക്കെ കണ്ടപ്പോ വിചാരിച്ചു കഷ്ടകാലത്തിന് പെണ്ണ് കാണാൻ വന്ന പെണ്ണിന്റെ കല്യാണമാണോന്ന്. ഇവിടെ ആദ്യമായിട്ട് നടത്തുന്ന കല്യാണമല്ലേ, കുറച്ച് കേവമായിട്ട് നടത്താമെന്ന് വെച്ചു. കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്നാ അവന്റെ മോഹം. എന്നാ അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി. ചേട്ടാ പതുക്കെ. വാ മോനെ. ബാലൻ, നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് അകത്തിരിക്കുകയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജ്യേഷ്ഠന് കാഴ്ചയില്ലെന്ന് വെച്ച് ഞാൻ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചോ? ബാലന്റെ പാട്ട് സാധാരണയായി ഞാൻ റേഡിയോയിൽ കേൾക്കാറുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് തിരുവനന്തപുരത്താണ് ജോലിയില്ലേ? അതുകൊണ്ടെന്താ, തങ്ങളെ പിരിയുന്നതിനുള്ള പ്രയാസമാണോ? ബാലൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനും തിരുവനന്തപുരത്താ ജോലി. ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്? സിത്താര ബാങ്കിൽ. സിത്താര ബാങ്കോ? അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എനിക്കറിയാമല്ലോ. പേര്? സരിത. ആളിന് മനസ്സിലായി. പക്ഷെ അവിടെയുള്ള സരിത ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഭാര്യയാണല്ലോ. എങ്കിലും ഇവിടെ 2 സരിതമാരുണ്ടായിരിക്കും. ഇത് എന്നോടൊപ്പം BLM പഠിച്ചിരുന്ന കുട്ടിയാ. മിസ്റ്റർ ജെയിംസ് ജോർജിനെ അറിയാമോ? പ്ലാംപറമ്പിൽ തോമസ് ജോർജിന്റെ മകൻ. സരിത ഡിഗ്രി എടുക്കാറുന്നതിന്റെ കാരണക്കാരൻ തന്നെ അയാളാ. എന്നാൽ എനിക്ക് ആളെ തെറ്റിയിട്ടില്ല. ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോ വേണ്ടായിരുന്നു എന്ന് തോന്നി. കൃഷ്ണൻകുട്ടി പറഞ്ഞത് സത്യമാണ്.
ബാലുമാമേ, ബാലുമാമേ, ബാലുമാമയുടെ കല്യാണമായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഉത്സാഹിക്കാൻ വന്നതാ. ബാലുമാമയുടെ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ വന്നോ? ചേച്ചി എന്തിനാ കരയുന്നത്? ബാലുമാമ എവിടെയാ? ഈ ലോകത്തിന്റെ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ വയ്യാത്ത ഞാൻ എന്തിനു ജനിച്ചു? ദുഃഖിക്കാനോ മരണം വരെ വേദനിക്കാനോ? സരിതേ, നിനക്ക് ഇത്രയും ക്രൂരമായ മറ്റൊരു മുഖം ഉണ്ടായിരുന്നു? ബാലുമാമേ, ബാലുമാമേ, മിനിക്കുട്ടിയോ? കല്യാണിച്ചക്കനായിട്ട് എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ചിലരൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് കുളിച്ച് കുറിതോട്ടിരിക്കും. ഈ ബാലുമാമ ഒരു മണക്കൂസാ. പിന്നെ ബാലുമാമേ, എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിപ്പിച്ചില്ലല്ലോ. ബാലമാമയുടെ പാട്ടൊക്കെ